ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതിനോടൊപ്പം തന്നെ ഇന്നലെ കുറച്ച് ലെവൽസ് ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടി നമ്മൾ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്തായിരുന്നു. ആരെങ്കിലും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവിടെ ഇന്നലെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, ആ ലെവൽസിൽ എനിക്ക് വന്നിട്ടുള്ള എൻട്രി മോഡൽസും കാര്യങ്ങളും, ആ ഒരു എൻട്രി മോഡലിൻ്റെ ലോജിക്ക് എന്താണ്, അതിനോടൊപ്പം തന്നെ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോയുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൂടി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഇത്രയും ലെവൽസ് ആയിരുന്നു. ഫസ്റ്റ് ലെവലായിട്ടുള്ളത് 22,940 എന്ന് പറഞ്ഞ ലെവല്, അതിന് ഡൗൺ സൈഡിൽ 22,839 എന്ന് പറഞ്ഞ ലെവല്, അതിന് മുകളിൽ 23,043 എന്ന് പറഞ്ഞ ലെവലും, അതിന് മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഈ ഒരു ലെവലായിട്ടുള്ള 23,231 എന്ന് പറഞ്ഞ ലെവലുമായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് മാർക്കറ്റിൽ ട്രിഗർ ആയത് ഈ ഒരു ഏരിയയിൽ നമ്മുടെ ലെവലിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തുകൊണ്ട് മുകളിൽ പോയി തിരിച്ച് ഡിസ്കൗണ്ട് ഏരിയയിൽ വരാതെ മാർക്കറ്റ് താഴെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നെന്ന് നമുക്ക് കാണാൻ സാധിച്ച സമയത്ത് നമ്മൾ ഡൗൺ സൈഡിലോട്ടൊരു എൻട്രി എടുത്തു. നമുക്ക് ഓൾമോസ്റ്റ് 30 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സിൽ ഓൾമോസ്റ്റ് 15+ പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു നമുക്ക് ഫസ്റ്റ് ട്രേഡിൽ നമുക്ക് ഹിറ്റായത്. പക്ഷേ സെക്കൻഡ് ട്രേഡിൽ മാർക്കറ്റ് ആ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം, ഞാൻ പറയുന്നു ഈ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം പോരാ, സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫർദർ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മുടെ നെക്സ്റ്റ് ലെവലിൻ്റെ ഏരിയയിലോട്ട് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് ട്രേഡിൽ എൻ്റർ ആവണമെങ്കിൽ കൃത്യമായിട്ടുള്ള എൻട്രി മോഡൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ട്രേഡിൽ എൻ്റർ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ട്രേഡിൽ എൻ്റർ ആവാൻ വേണ്ടിയുള്ള എൻട്രി മോഡൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ട്രിഗർ ആയതുകൊണ്ടാണ് ഞാനിവിടെ ഒരു എൻട്രി എടുത്തത്. ഓൾമോസ്റ്റ് 1:3 ടാർഗറ്റിൻ്റെ നല്ലൊരു എൻട്രി മോഡലായിരുന്നു നമുക്ക് കിട്ടിയത്. ഓൾമോസ്റ്റ് മാർക്കറ്റ് 1:1, ഞാൻ ഒരു ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ആ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽസ് മാർക്ക് ചെയ്യുന്ന ആ ലെവൽസിൽ എങ്ങനെ നമുക്ക് ട്രേഡുകൾ പഞ്ച് ചെയ്യാം എന്നതിൻ്റെ ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ അവരോട് ഞാൻ പറയുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നമ്മുടെ എൻട്രി ട്രിഗറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് 1:1 എക്സ്പെക്റ്റ് ആയി കഴിഞ്ഞാൽ ഫർദർ നമ്മൾ മേടിച്ചേക്കുന്ന ബൈയിങ് പോയിൻറ്റിൻ്റെ കുറച്ച് താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾമോസ്റ്റ് നമ്മുടെ ഈ ലെവലിൻ്റെ താഴെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഫർദർ അപ്സൈഡിലോട്ട് മാർക്കറ്റിനെ റൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വേണ്ടുന്ന ടൈമിലെല്ലാം മാർക്കറ്റിൽ ട്രയൽ ചെയ്ത് പോവുക എന്നും ഞാൻ എപ്പോഴും അവരോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ഇന്നലെ ഞാൻ പറഞ്ഞ ലെവൽസിൽ മാർക്കറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, മാർക്കറ്റ് എക്സാക്ട്ലി ആ പോയിൻറ്റ്സിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റിൻ്റെ ആ ഒരു വൈൽഡ് ആയിട്ടുള്ളൊരു മൂവ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതാണ് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ലെവൽസിലോട്ടും കാര്യങ്ങളിലോട്ടും പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ നാളത്തേക്ക് നോക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഇത്രയും ലെവൽസാണ്. നമ്മൾ കുറച്ചധികം ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ലെവൽസ് വേണ്ടി വരത്തില്ല. മോസ്റ്റ്ലി നമുക്കൊരു ഈ ഒരു ലെവൽസ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം, ഏതൊക്കെ ലെവൽസ് ആയിരിക്കാം നാളെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉള്ള ഏരിയ. നമ്മൾ ഈ റെഡ് ലൈൻസായിട്ട് വരച്ചേക്കുന്ന ലെവൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 ലെവൽസിനെ നിങ്ങൾ ഒരുമിച്ച് നോക്കേണ്ട ലെവൽസാണ്. ഇതിനെ ഒരു ലെവലായിട്ട് മാത്രം കണക്കിലാക്കുക. അങ്ങനത്തെ ലെവൽസാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ഏരിയ ആണ് അപ്പ് സൈഡിൽ വരുന്ന ഏരിയ 23,170യും ഡൗൺ സൈഡിൽ വരുന്ന ഏരിയ 23,145 എന്ന് പറഞ്ഞ ഏരിയയുമാണ്. അതിന് താഴെ നമുക്ക് വരുന്ന ഒരു ഏരിയ ആണ് 23,132 എന്ന് പറഞ്ഞ ഏരിയയും അതിനുള്ളിലുള്ള ഏരിയ 23,074 എന്ന് പറഞ്ഞ ഏരിയയും. വൺ കണ്ടീഷൻ മാർക്കറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിന് ഒരു ബൈയിങ് പ്രഷർ, ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈയിങ് പ്രഷർ കാണിച്ച് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യാം. ഇല്ല, ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് വരുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 23,145 മാർക്കറ്റ് ബ്രേക്ക് തരികയാണെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ 23,132 എന്നതിലോട്ട് വരും. അവിടെ നിന്ന് ഈ ഒരു 2 ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒന്നുകിൽ അപ്സൈഡിലോട്ടുള്ള മൂവോ, ഇല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് തരികയാണെങ്കിൽ ഡൗൺ സൈഡിലോട്ട് തിരിച്ച് ഈ ഒരു ഏരിയയിലോട്ടും, ഈ ഒരു ഏരിയയിൽ നിന്ന് ഡൗൺ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫർദർ ഡൗൺ സൈഡിലോട്ടുള്ള നല്ലൊരു മൂവ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു മൂവ് നമുക്ക് തുടർച്ചയായിട്ട് ഗ്യാപ്പ് ഫില്ലിങ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഉണ്ടാക്കിക്കുന്ന ഗ്യാപ്പ് ഫില്ലിങ്ങിലോട്ടും മാർക്കറ്റിന് എത്താനുള്ളൊരു പോസിബിലിറ്റി കാണിക്കും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ മാത്രം കീപ്പ് ചെയ്ത് വെച്ചേക്കേണ്ട കാര്യമാണ്. ഇനി മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ്
നാളെ ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ ലെവലാണ് 23,170ക്ക് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫസ്റ്റ് ലെവലായിട്ട് എത്താൻ ചാൻസ് ഉള്ളത് 23,000 to 26 എന്ന് പറഞ്ഞ ലെവല്. അതിന് മുകളിലും മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫെർദർ ആയിട്ട് മാർക്കറ്റ് എത്താൻ പോകുന്നത് 23,302 എന്ന് പറഞ്ഞ ലെവല്. അതിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 23,386 എന്ന് പറഞ്ഞ ലെവലിലോട്ടും എത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ലെവൽസിനെയും ഈ ഒരു ലെവലിനെയും നിങ്ങൾ ഒരുമിച്ച് വായിക്കേണ്ട ലെവലാണ്. ഞാൻ ഈ റെഡ് ലൈൻസിൽ വരച്ചത് കണക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒരുമിച്ച് വായിക്കേണ്ട ലെവൽസാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിന് വേണമെങ്കിൽ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ കാണിക്കാനുള്ള മോർ പ്രോബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ലെവൽസും കാര്യങ്ങളും. ഇത് ചാർട്ടിൽ വരച്ച് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഈ ഒരു ഏരിയാസിൽ പോയിട്ട് എൻട്രി എടുക്കാനല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ഏരിയാസിൽ നിങ്ങളുടേതായ രീതിയിൽ ഏതെങ്കിലും എൻട്രി മോഡലോ കാര്യങ്ങളോ ട്രിഗർ ആവുന്ന സമയത്ത് നിങ്ങൾ എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം, ഇഷ്ടപ്പെടുക മാത്രമല്ല ഈ വീഡിയോസിൽ നമ്മൾ പാസ്റ്റ് ദിവസങ്ങൾ പറഞ്ഞിട്ടുള്ള ലെവൽസ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ചാനലും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുമായിട്ട് ശ്രമിക്കുക. അതേപോലെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.